الحمد لله والصلاة والسلام على رسول الله وعلى آله وصحبه أجمعين. أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. ما بعد فاتقوا الله عباد الله. اللهم علمنا ما ينفعنا وانفعنا بما علمتنا وزدنا علما. സഹോദരങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ നമുക്ക് നൽകിയ അനുഗ്രഹങ്ങൾ എന്ന നിലക്ക് ശുദ്ധ ഖുർആനിലെടുത്ത് പറഞ്ഞ കാര്യമാണ് അലം നജഅൽ ലഹു ഐനൈൻ, അവന് നാം രണ്ട് കണ്ണുകൾ നൽകിയില്ലേ, വലിസാനം വശഫത്തൈൻ, രണ്ട് ചുണ്ടുകളും സംസാരിക്കാൻ ഉതകുന്ന രൂപത്തിലുള്ള ഒരു നാവും നാം അവന് നൽകിയില്ലേ എന്ന് അള്ളാഹു പറഞ്ഞതായി കാണാം. അള്ളാഹു നൽകിയ വളരെ എളുപ്പം നമുക്ക് പ്രവർത്തിപ്പിക്കാൻ സാധിക്കുന്നതുമായ നമ്മുടെ ശരീരത്തിലെ ഒരവയവമാണ് നാവ് എന്നുള്ളത്. എന്നാൽ നാം ഏറെ ശ്രദ്ധിക്കേണ്ടതുമായ ഒരവയവമാണ്. കാരണം മാ യൽഫിദു മിൻ ഖൗലിൻ ഇല്ലാ ലദൈഹി റഖീബുൻ അതീദ്, കൃത്യമായി നാം സംസാരിക്കുന്ന ഓരോ വാക്കും രേഖപ്പെടുത്തി വെക്കുവാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല മലക്കുകളെ ഏർപ്പാട് ചെയ്തിട്ടുണ്ട് എന്നുള്ളത് നമുക്ക് അറിയാവുന്ന കാര്യമാണ്. അതുകൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോടായി കൽപ്പിക്കുന്നതായി നമുക്ക് കാണാൻ സാധിക്കും. വഖുൽ ലിഇബാദി യഖൂലു ലത്തി ഹിയ അഹ്സൻ, റസൂലേ, എൻ്റെ അടിമകളോട് താങ്കൾ പറയണം, യഖൂലു ലത്തി ഹിയ അഹ്സൻ, അവർ ഏറ്റവും നല്ലതായ വാക്ക് അവർ പറയട്ടെ. കാരണം ഇന്ന ശൈത്വാന യൻസഗു ബൈനഹും, ശൈത്വാൻ ആഗ്രഹിക്കുന്നത്, അവൻ്റെ ഉദ്ദേശം എന്നുള്ളത് അവർക്കിടയിൽ ഫസാദ് ഉണ്ടാക്കുവാനും കുഴപ്പങ്ങൾ ഉണ്ടാക്കുവാനുമാണ്. ഇന്ന ശൈത്വാന കാന ലിൽ ഇൻസാനി അദുവ്വൻ മുബീന, ശൈത്വാൻ ആകട്ടെ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം വ്യക്തമായ ശത്രുത വെച്ചു പുലർത്തുന്ന മനുഷ്യൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ശത്രുവാണ് ശൈത്വാൻ എന്നുള്ളത്. ഇമാം സഅദി റഹിമഹുല്ലാ അദ്ദേഹം ഈ ആയത്തിനെ വിശദീകരിച്ചുകൊണ്ട് പറഞ്ഞതായി കാണാൻ സാധിക്കും. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ആയത്തിലൂടെ മുഅ്മിനീങ്ങളോട് കൽപ്പിക്കുന്നത് അൻ യഖൂലു ഫീ മുഖാതബാതിഹിം വ മുഹാവറാതിഹിം അൽ കലാം അൽ അഹ്സന വൽ കലിമത അത്വയ്യിബ, ഏറ്റവും നല്ല വാക്കുകളും സംസാരങ്ങളും അവർക്കിടയിൽ പരസ്പരമുള്ള സംഭാഷണങ്ങളിലും അതുപോലെ തന്നെ ഇടപെടലുകളിലും അവർ കാത്തു സൂക്ഷിക്കണമെന്നാണ് ഇതിൻ്റെ ഉദ്ദേശം. ഫഇന്നഹു ഇദ് ലം യഫ്അലു ദാലിക, അവർ ഇത് ചെയ്തില്ല എങ്കിൽ, പരസ്പരമുള്ള സംസാരങ്ങളിൽ വാക്കുകൾ പ്രയോഗിക്കുന്നിടത്ത് അവർ ശ്രദ്ധിച്ചില്ല എങ്കിൽ, നസഗ ശൈത്വാനു ബൈനഹും, ശൈത്വാൻ അവർക്കിടയിൽ അത് മുഖേന ഫസാദ് ഉണ്ടാക്കുന്നതാണ്, കുഴപ്പം ഇളക്കിവിടുന്നതാണ് എന്ന് സഅദി റഹിമഹുല്ല പറഞ്ഞതായി കാണാൻ സാധിക്കും. മാത്രമല്ല, വിജയിച്ചവരായ മുഅ്മിനീങ്ങൾ അവരുടെ വിശേഷണങ്ങൾ സൂറത്തുൽ മുഅ്മിനൂന്റെ തുടക്കത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല എണ്ണിപ്പറയുന്ന കൂട്ടത്തിൽ പറഞ്ഞ കാര്യമാണ് വല്ലദീനഹും അനിൽ ലഗ്വി മുഅ്രിദൂൻ, അവർ ലഗ്വിൽ നിന്ന് തിരിഞ്ഞു കളയുന്നവരാണ്. ഇതിനെയും ഇമാം സഅദി റഹിമഹുല്ലാഹ് വിശദീകരിച്ചത് വല്ലദീനഹും അനിൽ ലഗ്വി, അവർ ലഗ്വിൽ നിന്ന് തിരിയുന്നവരാണ് എന്ന് പറഞ്ഞതിൻ്റെ ഉദ്ദേശം, ലഗ്വ് എന്നതുകൊണ്ടുള്ള ഉദ്ദേശം വഹുവൽ കലാമുല്ലദീ ലാ ഖൈറ ഫീഹി വലാ ഫായിദ, ഒരു ഖൈറോ ഒരു നന്മയോ ഒരു ഉപകാരമോ ഇല്ലാത്ത സംസാരങ്ങളിൽ നിന്ന് അവർ തിരിഞ്ഞു കളയുന്നവരാണ് എന്നാണ് ഈ പറഞ്ഞതിൻ്റെ ഉദ്ദേശം എന്ന് അദ്ദേഹം വിശദീകരിച്ചതായി കാണാം. മാത്രമല്ല
നാവുമായി ബന്ധപ്പെട്ട് അത് എത്രത്തോളം നമ്മൾ സൂക്ഷിക്കണം അത് പ്രയോഗിക്കുമ്പോൾ എന്ന് അറിയിക്കുന്ന നിരവധി ഹദീസുകൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ നിന്ന് റിപ്പോർട്ട് ചെയ്യപ്പെട്ടതായി കാണാൻ സാധിക്കും. പലതും നമുക്ക് അറിയുന്ന കാര്യമാണ്, പരിചയമുള്ള ഹദീസുകളായിരിക്കും. എന്നാലും ചിലത് മാത്രം ഒന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. അബൂ സഈദ് അൽ ഖുദ്രി റളിയല്ലാഹു അൻഹുവിന്റെ ഹദീസിൽ കാണാം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, ഇദാ അസ്ബഹ ഇബ്നു ആദം, ഒരാദമിന്റെ സന്തതി അവൻ പ്രഭാതത്തിലായി കഴിഞ്ഞാൽ, ഫഇന്നൽ അഅ്ദാഅ കുല്ലഹാ തുകഫിറുൽ ലിസാൻ, മുഴുവൻ അവയവങ്ങളും നാവിനോട് താഴ്മയോടുകൂടി നാവിനോട് ആവശ്യപ്പെടും എന്നുള്ളതാണ്. തഖൂൽ ഇത്തഖില്ലാഹ ഫീന, ഞങ്ങളുടെ വിഷയത്തിൽ നീ അല്ലാഹുവിനെ സൂക്ഷിക്കണം. ഫഇന്നമാ നഹ്നു ബിക ഫഇൻ ഇസ്തഖംത ഇസ്തഖംനാ വഇൻ ഇഅ്വജജ്ത ഇഅ്വജജ്നാ, കാരണം നീ നേരെയായാൽ ഞങ്ങളും നേരെയാകുന്നതാണ്. നീ തെറ്റിപ്പോയാൽ, നീ മോശമായാൽ, നീ ശരിയല്ല എങ്കിൽ ഞങ്ങളും അതിനനുസരിച്ച് ഞങ്ങളും ഫസാദിലാകുന്നതാണ് എന്ന് മറ്റു അവയവങ്ങൾ നാവിനോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നു എന്ന് ഹദീസിൽ വന്നതായി കാണാൻ സാധിക്കും. അതുപോലെ തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഒരിക്കൽ ചോദിച്ചു, മൻ നജാഹ്, എന്താണ് രക്ഷ? അപ്പോൾ അദ്ദേഹം അവിടുന്ന് മറുപടി പറഞ്ഞത് രക്ഷ എന്താണ് എന്നതിന് പകരം രക്ഷപ്പെടാനുള്ള മാർഗമാണ് പറഞ്ഞു കൊടുത്തത്. അംസിക് അലൈക ലിസാനക്, നീ നിന്റെ നാവിനെ പിടിച്ചു വെക്കുക എന്നാണ്. സഹോദരങ്ങളെ, ഒരുപാട് നമ്മൾ പരീക്ഷിക്കപ്പെട്ടിട്ടുള്ള ഒരു മേഖലയാണിത്. ഇതിൽ നിന്ന് ഒരാളും തന്നെ ഒഴിവല്ല എന്ന് പറയേണ്ടി വരും. പലപ്പോഴും അറിഞ്ഞോ അറിയാതെയോ നമ്മളെല്ലാവരും പെട്ടുപോകുന്ന ഒരു കാര്യമാണിത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ മറ്റൊരു ഹദീസിൽ കാണാം, അദ്ദേഹത്തോട് ചോദിക്കപ്പെട്ടു, അയ്യുൽ മുസ്ലിമീന അഫ്ദൽ, മുസ്ലിമീങ്ങളിൽ ഏറ്റവും ശ്രേഷ്ഠരാരാണ്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മറുപടി പറഞ്ഞു, മൻ സലിമൽ മുസ്ലിമൂന മിൻ ലിസാനിഹി വയദിഹി, ആരാണ് ഏറ്റവും ശ്രേഷ്ഠൻ? അവന്റെ നാവിൽ നിന്നും അവന്റെ കരങ്ങളിൽ നിന്നും മറ്റു മുസ്ലിമീങ്ങൾ രക്ഷപ്പെട്ടിട്ടുണ്ടോ, എന്നാൽ അവനാണ് ഏറ്റവും ശ്രേഷ്ഠൻ. നമ്മുടെ നാവ് കൊണ്ടോ നമ്മുടെ മറ്റു അവയവങ്ങൾ കൊണ്ടോ ഒരു മുസ്ലിമിനും ഒരു പ്രയാസം ഉണ്ടാകാൻ പാടില്ല. മുസ്ലിം എന്നാണ് അവിടെ പറഞ്ഞത്. അത് നമ്മുടെ കുടുംബക്കാരെന്നില്ല, നമ്മുടെ പാർട്ടി എന്നില്ല, നമ്മുടെ നാട്ടുകാരെന്നില്ല. മുസ്ലിമാണോ അവൻ ഈ പരിധിയിൽ വരും. ഒരു മുസ്ലിമിനോടും നമ്മുടെ നാവ് അവൻ്റെ മേൽ അനാവശ്യമായി ഗുൽമായി നമ്മുടെ നാവിൽ നിന്ന് ഒരു വാക്ക് മറ്റൊരു മുസ്ലിമിനെ പറ്റി വരാൻ പാടില്ല എന്നുള്ളതാണ്. മാത്രമല്ല, അള്ളാഹുവിലും അന്ത്യദിനത്തിലും വിശ്വസിക്കുന്നവനാണ് എങ്കിൽ അവൻ എന്ത് ചെയ്യട്ടെ എന്നാണ് ഹദീസിൽ പറഞ്ഞത്. നമുക്കറിയുന്നതാണ്, ഫൽയഖുൽ ഖൈറൻ ഔ ലിയസ്മുത്, അവൻ നല്ലത് പറയട്ടെ അല്ലെങ്കിൽ മിണ്ടാതിരിക്കട്ടെ എന്നാണ്. ഇത് സലഫുകളും ഈ വിഷയത്തിൽ പല ഉദ്ധരണികളും അവരിൽ നിന്ന് നമുക്ക് കാണാൻ സാധിക്കും. അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു പറഞ്ഞു, മത്തഖല്ലാഹ അഹദുൻ ഹഖ്ഖ തുഖാതി, ഒരാളും അള്ളാഹുവിനെ സൂക്ഷിക്കേണ്ട രൂപത്തിൽ സൂക്ഷിക്കുന്നില്ല, എങ്ങനെയാണെങ്കിൽ അല്ലാതെ ഹത്താ യഖ്സുന മിൻ ലിസാനിഹി, അവൻ അവൻ്റെ നാവിനെ പിടിച്ചു വെക്കുന്നത് വരെ എന്നാണ്. നമ്മുടെ നാവിനെ നമുക്ക് പിടിച്ചു വെക്കാൻ പറ്റുന്നില്ല എങ്കിൽ, അതിനെ തോന്നിയതുപോലെ നമ്മൾ അഴിച്ചുവിടുന്ന അവസ്ഥയാണ് എങ്കിൽ, അള്ളാഹുവിനെ നമ്മൾ യഥാർത്ഥ രൂപത്തിൽ സൂക്ഷിക്കുന്നുണ്ടോ എന്നുള്ളത് നമ്മൾ പരിശോധിക്കേണ്ട വിഷയമാണ് എന്നുള്ളതാണ്. അതുകൊണ്ടാണ് മാലിക് ഇബ്നു ദീനാർ അദ്ദേഹം പറഞ്ഞതായി കാണാം, കാനൽ അബ്റാറു യതവാസൗന ബിസലാസ്, 3 കാര്യങ്ങൾ കൊണ്ട് നമ്മുടെ മുൻഗാമികൾ, നല്ലവരായ ആളുകൾ പരസ്പരം കാണുമ്പോൾ വസിയത്ത് ചെയ്യാറുണ്ടായിരുന്നു എന്നാണ്. ബിസിജ്നിൽ ലിസാൻ വകത്റത്തിൽ ഇസ്തിഗ്ഫാർ വൽ ഉസ്ല, 3 കാര്യങ്ങൾ പറഞ്ഞതിൽ ഒന്നാമത് പറഞ്ഞ ഏറ്റവും പ്രധാനപ്പെട്ട ഇസ്തിഗ്ഫാർ, അതുപോലെ തന്നെ ജനങ്ങളിൽ നിന്ന് കൂടി കുഴഞ്ഞ് ഫസാദിലും അതുപോലെ തന്നെ ദീൻ നഷ്ടപ്പെട്ടു പോകുന്ന അവസ്ഥയൊക്കെ ആണെങ്കിൽ അവരിൽ നിന്ന് മാറി താമസിക്കുന്ന ഈ 2 കാര്യങ്ങളുടെ കൂടെയാണ്, ഇസ്തിഗ്ഫാറിൻ്റെയും കൂടെയാണ് എന്ത് എണ്ണിയത്? അദ്ദേഹം നാവിനെ പിടിച്ചു വെക്കുക എന്നുള്ള കാര്യം അദ്ദേഹം എണ്ണിയത്. അതുകൊണ്ട് വളരെ പ്രധാനപ്പെട്ട വിഷയമാണ്. നാവുമായി ബന്ധപ്പെട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങൾ മാത്രം ഉണർത്താനാണ് ഉദ്ദേശിക്കുന്നത്. ഒന്നാമത്, നമ്മുടെ സംസാരത്തിൽ വരുന്ന 4 തരത്തിലുള്ള കാര്യങ്ങളുണ്ട്.
ഈ 4 കാര്യങ്ങളുമായി നമ്മൾ എങ്ങനെ നാവിനെ പിടിച്ചു നിർത്തണം, അതല്ലെങ്കിൽ നാവിനെ എങ്ങനെ ഉപയോഗപ്പെടുത്തണം എന്നുള്ളതാണ്. ഒന്നാമത്തെ കാര്യം, അവൻ ഹിഫ്ദുൽ മുസ്ലിമി ലിസാനഹു അമ്മാ ഫീഹി ദററുൻ മഹ്ദുൻ മുഹഖഖ്, ഉറപ്പായും അവന് ദററാണ്, ദോഷകരമാണ് എന്ന് ഉറപ്പുള്ള ചില സംസാരങ്ങളുണ്ട്. വഹാദ ദററു ദറജാത്തുൻ മുതഫാവിത, ഇതാണെങ്കിൽ ഉറപ്പാണ് അവന് പ്രയാസമുണ്ടാകുമെന്നുള്ളത്, പരലോകത്ത് ശിക്ഷ ലഭിക്കുന്ന, അതല്ലെങ്കിൽ പ്രത്യേകം ഹദീസുകളിൽ പരാമർശിക്കപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ. അതിൽ തന്നെ ചിലപ്പോൾ ശിക്ഷയുടെയും അതല്ലെങ്കിൽ അതിൻ്റെ ഗൗരവത്തിനനുസരിച്ച് ഏറ്റക്കുറച്ചിലുണ്ട് എങ്കിലും ഉറപ്പായ ഒരു കാര്യമാണ് അതവന് ദോഷകരമാണ് എന്നുള്ളത്. ആ വിഷയത്തിൽ എന്താണ് നമ്മളുടെ നിലപാട്? അങ്ങനെയാണ് എങ്കിൽ അവൻ അത് സംസാരിക്കാൻ പാടില്ല എന്നുള്ളതാണ്. അതിൽപ്പെട്ട ചില കാര്യങ്ങളാണ് എന്ത്? ദീനിന്റെ വിഷയത്തിൽ സ്ഥിരപ്പെട്ടു വന്ന ദീനിന്റെ കാര്യങ്ങളെ കുറ്റം പറയുക, അതല്ലെങ്കിൽ അതിനെ കളിയാക്കുക. ഹദീസുകളിൽ സ്ഥിരപ്പെട്ടു വന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. ഒരുപക്ഷെ ഇന്ന് പല ആളുകളും, മുസ്ലിം സമൂഹത്തിൽ ബഹുഭൂരിപക്ഷം വരുന്ന ആളുകളും പല ഹദീസുകളും നിഷേധിക്കാൻ, അതല്ലെങ്കിൽ അതിനെയെല്ലാം കളിയാക്കാൻ അവർ കാരണമായി കാണുന്നത് ഇന്നത്തെ ശാസ്ത്രീയ കണ്ടുപിടുത്തങ്ങളും, അതല്ലെങ്കിൽ ഇന്നത്തെ നാടിൻ്റെ അവസ്ഥയും, അതല്ലെങ്കിൽ ഇസ്ലാമിൻ്റെ ശത്രുക്കൾ ഇസ്ലാമിനെതിരെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ആരോപണങ്ങളുമെല്ലാം. ഇത്തരത്തിലൊരു സാഹചര്യത്തിൽ ഇതൊന്നും പറയാൻ പറ്റില്ല, അതല്ലെങ്കിൽ ഇതെല്ലാം പറഞ്ഞാൽ കൂടുതൽ നമ്മൾ അവഹേളിക്കപ്പെടുന്ന അവസ്ഥയാണ് എന്നെല്ലാം പറഞ്ഞ് ഒരുപക്ഷെ സ്ഥിരമായി ഏറ്റവും സ്വീകാര്യയോഗ്യമായി പരിഗണിക്കപ്പെടാവുന്ന ഹദീസുകൾ വരെ തള്ളുകയും, അതല്ലെങ്കിൽ അതിനെ പരിഹസിച്ച് പുച്ഛിച്ച് ആ രൂപത്തിൽ അതിനോട് സമീപനം സ്വീകരിക്കുകയും ചെയ്യുന്ന ആളുകളെ നമുക്ക് കാണാൻ സാധിക്കും. അത് അവനെ സംബന്ധിച്ചിടത്തോളം കബാഇറാണ്, വൻപാപങ്ങളിൽപ്പെട്ടതാണ്. അവന് നാളെ ശിക്ഷ ലഭിക്കുമെന്ന് അവൻ അവകാശിയായിത്തീരുന്ന, ശിക്ഷക്ക് അവകാശിയായിത്തീരുന്ന കാര്യമാണ്. അതവൻ സംസാരിക്കാൻ പാടില്ല എന്നുള്ളത്. അക്കൂട്ടത്തിൽപ്പെട്ടതാണ് പവിത്രതകളായ സ്ത്രീകളെ പറ്റി അപവാദം പറയുക, അതുപോലെ തന്നെ അള്ളാഹുവിൻ്റെ പേരിൽ അറിവില്ലാതെ സംസാരിക്കുക. ദീനിൻ്റെ വിഷയത്തിൽ അറിവില്ലാതെ സംസാരിക്കുക നമ്മൾ വളരെ ശ്രദ്ധിക്കേണ്ട വിഷയമാണ്. ദീനിൻ്റെ വിഷയത്തിൽ എന്തും നമുക്ക് തോന്നിയതുപോലെ സംസാരിക്കുക എന്നുള്ളത് അത് അനുവദിക്കപ്പെട്ടിട്ടുള്ള കാര്യമല്ല. നമ്മുടെ ദറജ നമ്മൾ മനസ്സിലാക്കണമെന്നാണ്. ഞാൻ എവിടെ നിൽക്കുന്നു ദീനിൻ്റെ വിഷയത്തിൽ? ഒരു വിഷയം വന്നാൽ ഏതൊരു വിഷയത്തിലും ഇടപെട്ട് എൻ്റേതായ ഒരു അഭിപ്രായം പറയണം എന്നുള്ള ചില ധാരണയാണ് ചില ആളുകളുടെ സംസാരം കേട്ട. എന്തൊരു വിഷയം ഉണ്ടെങ്കിലും അവൻ്റേതായ ഒരു അഭിപ്രായം ഉണ്ടാവും. എൻ്റെ അഭിപ്രായം ഇതാണ് എന്ന്. അവൻ്റെ അഭിപ്രായത്തിന് എന്ത് വിലയാണ് ദീനിലുള്ളത്? അവൻ്റെ അഭിപ്രായം ഖുർആനോട് സുന്നത്തിനെയോ യോജിക്കുന്നതാണ് എങ്കിൽ അതിന് വിലയുണ്ട് എന്നല്ലാതെ ഏതൊരു വിഷയത്തിലും ഇടപെട്ട് അറിവുണ്ടോ, തനിക്ക് ലഭിച്ച അറിവ് കൃത്യമാണോ, അതല്ലെങ്കിൽ അതിനെക്കുറിച്ച് കൂടുതൽ പരിശോധിച്ച് ഉറപ്പുവരുത്തിയിട്ടുണ്ടോ എന്നൊന്നും നോക്കാതെ ദീനിൻ്റെ വിഷയത്തിൽ അവൻ്റെ നാവ് തോന്നിയതുപോലെ ഉപയോഗപ്പെടുത്തുന്ന വലിയ വലിയ മസലകൾ വരെ സാധാരണക്കാരായ ആളുകൾ ഇടപെട്ട് സംസാരിച്ച് വലിയ ഫസാദിലേക്ക്, ഒരു ഉമ്മത്തിനെ മൊത്തം ഒരുപക്ഷെ വലിയ ഫസാദിലേക്ക് കൊണ്ട് എത്തിക്കുന്ന രൂപത്തിലുള്ള സംസാരങ്ങൾ ഒരുപക്ഷെ പല ആളുകളിൽ നിന്നും ഉണ്ടാകാറുണ്ട്. നമ്മൾ ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട വിഷയമാണ്. അള്ളാഹുവിൻ്റെ പേരിൽ ദീനിൻ്റെ വിഷയത്തിൽ അറിവില്ലാതെ നമ്മൾ സംസാരിക്കുക എന്നുള്ളത്. ഇങ്ങനെ നമുക്ക് ഉറപ്പായും ദോഷകരമായി ബാധിക്കുന്ന ഇത്തരത്തിലുള്ള കാര്യങ്ങളാണ് എങ്കിൽ നമ്മൾ സംസാരിക്കാൻ പാടില്ല എന്നുള്ളതാണ്. രണ്ടാമത്തെ കാര്യം, ഹിഫ്ദുൽ മുസ്ലിമി ലിസാനഹു അമ്മാ ഗലബ ദററുഹു അലാ നഫ്ഇഹി. ഉപകാരമുണ്ട്, പക്ഷേ ഉപകാരത്തെക്കാൾ കൂടുതൽ ഉപദ്രവമാണ് അത് സംസാരിച്ചാൽ ഉണ്ടാകുന്നത് എങ്കിൽ അതും അവൻ സംസാരിക്കാൻ പാടില്ല എന്നുള്ളതാണ്. അതല്ലെങ്കിൽ അവൻ സംസാരിച്ചത് മുഖേന നിലവിലുള്ള പ്രയാസത്തെക്കാൾ കൂടുതൽ പ്രയാസമുണ്ടാകാൻ സാധ്യതയുണ്ട് എങ്കിൽ അത് ഹക്കാണ് എങ്കിലും അവൻ സംസാരിക്കാൻ പാടില്ല എന്നുള്ളതാണ്. ഉപകാരമുണ്ടാകാം, പക്ഷെ ആ ഉപകാരത്തിനേക്കാൾ കൂടുതൽ ആ സംസാരം കൊണ്ട് ഉപദ്രവത്തിലേക്കാണ് നയിക്കുന്നത്, ഫസാദിലേക്കാണ്, ആളുകൾക്കിടയിൽ കൂടുതൽ ബുദ്ധിമുട്ടിലേക്കാണ് നയിക്കുന്നത് എങ്കിൽ അവൻ സംസാരിക്കാൻ ചിന്തിക്കണമെന്നുള്ളതാണ്. ഓരോ കാര്യം സംസാരിക്കുമ്പോൾ നമ്മൾ ചിന്തിച്ചിട്ട് വേണം, പ്രത്യേകിച്ച് പറയാനുള്ളത് ദീനിൻ്റെ വിഷയങ്ങളിൽ. മൂന്നാമത്തെ കാര്യം എന്നുള്ളത് ഹിഫ്ദുൽ മുസ്ലിമി ലിസാനഹു അമ്മാ ലാ മൻഫഅത ഫീഹി വലാ ദറർ. ഒരു ഉപകാരവുമില്ല, ഒരു ഉപദ്രവവുമില്ല.
അങ്ങനത്തെ ചില കാര്യങ്ങളുണ്ടാവും. എന്താണ് ആ വിഷയത്തിൽ? അതായത് ഫുദൂലുകളായ, നമുക്ക് ഉപകാരമില്ല, എന്നാൽ അത് സംസാരിച്ചത് കൊണ്ട് കൃത്യമായി നമുക്കൊരു ദോഷം വരുമെന്ന് ഉറപ്പുമില്ല, എന്നാൽ വെറുതെ ഇങ്ങനെ സംസാരിച്ചു കൊണ്ടിരിക്കുക, സമയം നഷ്ടപ്പെടുത്തിക്കൊണ്ടിരിക്കുക, അനുവദനീയമായ കാര്യങ്ങൾ, അതിൽ നിന്നും ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം അവൻ മാറി നിൽക്കണം എന്നുള്ളതാണ്. മിൻ ഹുസ്നി ഇസ്ലാമിൽ മർഇ തർക്കുഹു മാ ലാ യഅനി. അവന് ഉപകാരമില്ലാത്ത കാര്യങ്ങളിൽ നിന്ന് അവൻ വിട്ടു നിൽക്കണം എന്നുള്ളതാണ്. ഇതാണ് മൂന്നാമത്തെ അവസ്ഥ. നാലാമത്തെ അവസ്ഥ പണ്ഡിതന്മാർ പറഞ്ഞു, ഹിഫ്ദുൽ മുസ്ലിമി ലിസാനഹു ഇല്ലാ അൻ മൻഫഅത്തിൻ വ ഖൈരിൻ വ മസ്ലഹ. ഖൈറായ സംസാരം, പൂർണ്ണമായും ഖൈറായ സംസാരം, അവന് ഖൈറേ അത് കൊണ്ടുവരികയുള്ളൂ, മസ്ലഹത്തെ അത് സംസാരിച്ചതുകൊണ്ട് ഗുണമേ കാണുന്നുള്ളൂ എങ്കിൽ മാത്രമാണ് അവൻ സംസാരിക്കേണ്ടത് എന്നുള്ളതാണ്. നമ്മുടെ സംസാരത്തിന് ഈ പറഞ്ഞ നാലാമത്തെ അവസ്ഥയിൽ ആണ് എങ്കിലേ നമുക്ക് യഥാർത്ഥത്തിൽ സംസാരിക്കാൻ അനുവാദമുള്ളൂ, അതായത് സംസാരിക്കേണ്ട ആവശ്യമുള്ളൂ നമ്മൾ എന്നുള്ളതാണ്. ഇതേ നമുക്ക് ഉപകാരത്തിൽ വരുള്ളൂ. ഉറപ്പായും നമുക്ക് ഉപകാരത്തിലുള്ളതാണ് എങ്കിൽ, അതല്ലെങ്കിൽ അത് സംസാരിച്ചത് കൊണ്ട് മറ്റുള്ളവന് ഉപകാരമേ ഉണ്ടാവുകയുള്ളൂ എന്ന് നമുക്ക് ഉറപ്പാണ് എങ്കിൽ സംസാരിക്കാം എന്നുള്ളതാണ്. അതാണ് പറഞ്ഞത്, ഫൽയഖുൽ ഖൈറൻ, അവൻ നല്ലത് പറയട്ടെ, ഔ ലിയസ്മുത്, അതല്ലെങ്കിൽ അവൻ മിണ്ടാതിരിക്കട്ടെ എന്നുള്ളതാണ്. സഹോദരങ്ങളെ, നമുക്കിടയിൽ നാവിൻ്റെ വിഷയത്തിൽ വളരെ നമ്മൾ പ്രയാസം അനുഭവിക്കുന്ന, നമ്മളെല്ലാവരും പരീക്ഷിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന കാര്യമാണ് ഗീബത്ത് എന്നുള്ളത്, പരദൂഷണം എന്നുള്ളത്. മലയാളത്തിൽ പറഞ്ഞ ഗീബത്ത് എന്താണ് അതിൻ്റെ നിർവചനം? ദിക്റുക അഖാക ബിമാ യക്റഹ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നിന്റെ സഹോദരനെ പറ്റി അവൻ്റെ അഭാവത്തിൽ അവൻ ഇഷ്ടമില്ലാത്തത് നീ സംസാരിക്കലാണ്. കൂടുതൽ വിശദീകരിക്കേണ്ട ആവശ്യമില്ല, നമുക്കറിയുന്ന കാര്യമാണ് ഇത്. നമ്മൾ എത്രത്തോളം ഈ വിഷയത്തിൽ ഈ ഹദീസിനോട് നമ്മൾ കൂറു പുലർത്തുന്നു എന്നുള്ളത് മാത്രമേ ഞാൻ നിങ്ങൾ ചിന്തിക്കേണ്ട ആവശ്യമുള്ളൂ. ഇവിടെ നമ്മൾ പണ്ഡിതന്മാർ ചിലർ പറഞ്ഞതായി കാണാം, നാവ് കൊണ്ട് നമ്മൾ സംസാരിക്കുന്നത് അത് ഗീബത്തിൽ വരുന്നതാണ്. പക്ഷെ ഈ വിഷയത്തിൽ, ഗീബത്തിന്റെ വിഷയത്തിൽ നമ്മൾ എത്രമാത്രം ശ്രദ്ധിക്കണം എന്നുള്ളതാണ് ചിലർ പറഞ്ഞതായി കാണാം. എന്താണ്? മറ്റുള്ളവനെ പറ്റി അവന്റെ അഭാവത്തിൽ നീ അവനെ ചൂണ്ടിക്കാണിച്ചുകൊണ്ടോ, അതല്ലെങ്കിൽ അവന്റെ രീതി, അതല്ലെങ്കിൽ അവന്റെ സംസാരം, അവന്റെ നടത്തം, അതെല്ലാം നമ്മൾ അവന്റെ അഭാവത്തിൽ അഭിനയിച്ച് കാണിച്ചു കൊടുക്കുന്ന ഒരവസ്ഥ ഉണ്ടല്ലോ, അങ്ങനെ ഉണ്ടാവാറുണ്ട്. നോക്കല്ലേ, ഇന്ന വ്യക്തി അയാളെ സംസാരം ഇങ്ങനെയാണെന്ന് പറഞ്ഞിട്ട് നമ്മൾ സംസാരിക്കും, അയാൾ സംസാരിക്കുന്ന പോലെ. അയാളെ നടത്തം ഇങ്ങനെയാണെന്ന് പറഞ്ഞിട്ട് നമ്മൾ നടന്ന് കാണിച്ചു കൊടുക്കും, ഇല്ലേ? അതും നമ്മൾ ശ്രദ്ധിക്കണം എന്നുള്ളതാണ്. കാരണം ഇത് വിശദീകരിക്കുന്നിടത്ത് ചില ആളുകൾ പറഞ്ഞു, ഇതെന്താണ്? ബൽ ഹുവ അഅ്വമു മിനൽ ഗീബ. ഇത് നാവ് കൊണ്ട് പറയുന്നതിനേക്കാൾ ഒരു പക്ഷെ അപകടകരമാണ്. കാരണം എന്താണ്? നാവ് കൊണ്ട് പറഞ്ഞാൽ മനസ്സിലാകുന്നതിനേക്കാൾ കൂടുതൽ അവന്റെ ന്യൂനത അഭിനയിച്ച് കാണിച്ചു കൊടുക്കുമ്പോൾ ഒരു പക്ഷെ കൃത്യമായി കാണുന്ന ആൾക്ക് മനസ്സിലാവും. അതുകൊണ്ട് ഇന്നാളെ നടത്തം ഇങ്ങനെയാണ്, ഇന്നാളെ സംസാരം ഇങ്ങനെയാണ്, ഇന്നാളെ നോട്ടം ഇങ്ങനെയാണ് എന്ന് പറഞ്ഞ് അവൻ ചെയ്യുന്ന അതേ രൂപത്തിൽ നമ്മൾ അവന്റെ അഭാവത്തിൽ മറ്റുള്ളവർക്ക് കാണിച്ചു കൊടുക്കുന്നു എങ്കിൽ അതുവരെ ശ്രദ്ധിക്കണം എന്നുള്ളതാണ്. അതുമല്ല, അതിനുമപ്പുറം ചില കാര്യങ്ങൾ ചില പണ്ഡിതന്മാർ വിശദീകരിച്ചിട്ടുണ്ട്. ചിലപ്പോൾ നമുക്കെല്ലാം ഉണ്ടാകുന്നൊരവസ്ഥയാണ്. അതായത് ഗീബത്ത് പറയാൻ പാടില്ല എന്ന് നമുക്കറിയാം. അതറിയുന്ന നമ്മൾ ഒരു പക്ഷേ ഇങ്ങനെ കൂട്ടത്തിലിരിക്കുമ്പോൾ, അതല്ലെങ്കിൽ നടന്നു പോകുമ്പോൾ, യാത്രയിലൊക്കെ ആണ് എങ്കിൽ നമ്മുടെ മനസ്സിൽ നിന്ന് ഒരാളെപ്പറ്റി ഗീബത്ത് പറയാൻ വരും. അങ്ങനെ നമ്മൾ പറഞ്ഞ് ചിലപ്പോൾ സ്റ്റാർട്ട് ചെയ്യും, തുടങ്ങും. എന്നിട്ട് നമ്മൾ പറയും, എന്തിനാണ് പറയണ്ട, അള്ളാഹു പുറത്തു കൊടുക്കട്ടെ, അള്ളാഹു നേർമാർഗത്തിലാക്കട്ടെ. ഇതുവരെ നമ്മൾ ശ്രദ്ധിക്കണം എന്നുള്ളതാണ്. എന്താണത് അങ്ങനെ പറയാൻ കാരണം? നമ്മൾ ഒരാളെ കുറിച്ച് പറയാൻ മനസ്സിൽ വന്നു, അപ്പൊ നമുക്കറിയാം ഗീബത്താണ്, ഇത് പറയാൻ പാടില്ല, നമ്മൾ പറയണില്ല. പക്ഷെ നമ്മൾ എന്താണ് പറയണത് ആ സദസ്സിൽ? പറയണ്ട, അള്ളാഹു പുറത്തു കൊടുക്കട്ടെ, അള്ളാഹു നേർവഴിയിലാക്കട്ടെ എന്ന് നമ്മൾ പറയുമ്പോൾ മറ്റുള്ളവർക്ക് എന്താണ് അവന്റെ മനസ്സിൽ വരുന്നത്? ഇവനെന്തോ പ്രശ്നമുണ്ടെന്നല്ലേ, ഇവനെന്തോ പ്രശ്നമുണ്ട്, ഇവനെന്തോ ന്യൂനത ഉണ്ടെന്നല്ലേ വരുന്നത്. നേർമാർഗത്തിലാക്കട്ടെ എന്ന് പറയുമ്പോൾ കേൾക്കുന്ന ആൾക്ക് എന്താണ് മനസ്സിലാവുന്നത്? എന്തോ പ്രശ്നമുണ്ട്. അതുവരെ നമ്മൾ ശ്രദ്ധിക്കണം എന്നുള്ളതാണ്. ആലോചിച്ച് നോക്കി, നമ്മളെല്ലാവരും ഒരു പക്ഷെ നമ്മുടെ സംസാരത്തിൽ വരാനുള്ള വിഷയമാണ്.
നമുക്കൊരു ഓർമ്മ വരും, ചില സമയത്ത് നമുക്ക് ഓർമ്മ വരില്ല, ഓർമ്മ വരാതെയും നമ്മൾ സംസാരിക്കാറുണ്ട് ഗീബത്ത്. പക്ഷെ ഓർമ്മ വരുന്ന സമയത്ത് നമ്മൾ പറയാറുള്ള വാക്കാണ്. ഇതുവരെ ശ്രദ്ധിക്കണമെന്ന് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് സംസാരിക്കുന്നിടത്ത് പറഞ്ഞതായി കാണാൻ സാധിക്കും. അതുപോലെ തന്നെ സഹോദരങ്ങളെ, അടുത്തൊരു വിഷയമാണ് നമീമത്ത് എന്നുള്ളത്, ഏഷൻ. എന്താണ് ഇത് തമ്മിലുള്ള വ്യത്യാസം? മനുഷ്യർക്കിടയിൽ, മറ്റുള്ളവർക്കിടയിൽ ഫസാദ് ഉണ്ടാക്കുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടി ഒരുവനെ കുറിച്ച് മറ്റുള്ളവർക്ക് എത്തിച്ചു കൊടുക്കുക എന്നുള്ളതാണ് ഏഷൻ, നമീമത്ത്. ഫസാദ് ഉണ്ടാക്കുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടി ചെയ്യുന്ന പ്രവർത്തനം, അതും ദീൻ വിലക്കിയിട്ടുണ്ട് എന്നുള്ളതാണ്. നമുക്കറിയുന്ന കാര്യമാണ്. ലാ യദ്ഖുലുൽ ജന്നത നമ്മ, ഏഷണിക്കാരൻ സ്വർഗത്തിൽ പ്രവേശിക്കുന്നതല്ല എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അറിയിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ നടന്നു പോകുന്നതിനിടയിൽ ഖബറിലുള്ള രണ്ടാളുകൾ ശിക്ഷ അനുഭവിക്കുന്നു എന്ന് പറഞ്ഞ് അവർ രണ്ടുപേരും ശിക്ഷ അനുഭവിക്കാനുള്ള കാരണമായി അവിടുന്ന് പഠിപ്പിച്ചത്, ഒരാളെ പറ്റി പറഞ്ഞത് കാന അഹദുഹുമാ ലാ യസ്തതിറു മിൻ ബൗലിഹി, മലമൂത്ര വിസർജനം നടത്തുന്ന സമയത്ത് മറ സ്വീകരിക്കാത്തവനാണ്. രണ്ടാമത്തെ ആളെ കുറിച്ച് പറഞ്ഞത് വകാനൽ ആഖറു യംശി ബിൻ നമീമ, ജനങ്ങൾക്കിടയിൽ നമീമത്തുമായി നടന്ന വ്യക്തിയാണ് എന്നുള്ളതാണ്. ഇതും നമുക്കിടയിൽ നമ്മൾ വളരെ സൂക്ഷിക്കേണ്ട, നമ്മൾ അകറ്റി നിർത്തേണ്ട കബായിറുകളിൽപ്പെട്ട, വൻപാപങ്ങളിൽപ്പെട്ട ഹറാമായ കാര്യമാണ്. ഇമാം ദഹബി റഹിമഹുല്ല അദ്ദേഹം ഈ വിഷയം ചർച്ച ചെയ്യുന്നിടത്ത് പറഞ്ഞ വലിയൊരു ഫായിദ നമുക്ക് വായിക്കാൻ സാധിക്കും. എന്താണെന്ന് പറഞ്ഞാൽ, പലപ്പോഴും നമ്മൾ ഇത്തരത്തിലുള്ള ക്ലാസ്സുകളോ അതല്ലെങ്കിൽ എന്തെങ്കിലും കിതാബുകളോ ഒക്കെ വായിച്ച് നമുക്കൊരു ഇമാനികമായി ഒരു ഊർജം ലഭിക്കുന്ന സമയത്ത് ഇത്തരത്തിലുള്ള കാര്യങ്ങളിൽ നിന്നെല്ലാം ഒരുപക്ഷെ നമ്മൾ വിട്ടു നിൽക്കാറുണ്ട്. പക്ഷെ നമ്മൾ പരീക്ഷിക്കപ്പെടുന്ന ഒരു വിഷയം എന്ന് പറഞ്ഞാൽ, മറ്റൊരാൾ നമ്മോട് ഈ പറഞ്ഞ ഗീബത്തോ നമീമത്തോ പറയുമ്പോൾ നമുക്കൊരു പക്ഷേ അത് തടയാൻ പറ്റാതെ, ആ സമയത്ത് നമ്മൾക്ക് അവിടെ നിന്ന് എഴുന്നേറ്റ് പോകാനോ അത് കേട്ടിരിക്കേണ്ടി വരുന്നൊരവസ്ഥ നമുക്ക് ഉണ്ടാവാറുണ്ട്. എന്താണ് ഈ സന്ദർഭത്തിൽ ചെയ്യേണ്ടത് എന്നുള്ളതാണ്. നമ്മൾ വളരെ പരീക്ഷിക്കപ്പെടുന്ന ഒരു വിഷയമാണ്. പറയാത്ത ആളാണെങ്കിലും, ഒരാളെ പറ്റി ഗീബത്ത് പറയാത്ത വ്യക്തിയാണെങ്കിലും ഈ വിഷയത്തിൽ ഈ വ്യക്തിയും പരീക്ഷിക്കപ്പെടുന്ന ആളാണ്. അവനോട് വന്ന ആരെങ്കിലും ഗീബത്ത്, മറ്റൊരാളെ കുറിച്ച് നമീമത്തോ ഗീബത്തോ പറഞ്ഞാൽ ഒരു പക്ഷേ ഇവൻ പെട്ടുപോകുന്ന അവസ്ഥ, അവിടെ നിന്ന് ഊരിപ്പോകാൻ പറ്റാത്ത അവസ്ഥ, പ്രയാസം, വളരെ പ്രയാസം അനുഭവിക്കുന്ന ഒരു സന്ദർഭമാണ്. അവനറിയാം ഇത് കേൾക്കാൻ പാടില്ല എന്ന്, പക്ഷെ ആ സന്ദർഭത്തിൽ നിന്ന്, ആ സാഹചര്യത്തിൽ നിന്ന് ഒഴിഞ്ഞു മാറാൻ പറ്റാതെ പ്രയാസം അനുഭവിക്കുന്ന അവസ്ഥ. ഇമാം ദഹബി റഹിമഹുല്ല അദ്ദേഹം പറയുകയാണ്, എന്താണ് ഈ സന്ദർഭത്തിൽ ചെയ്യേണ്ടത്? 6 കാര്യങ്ങൾ ചെയ്യണം. ഒന്നാമത്തെ കാര്യം, അവനെ സത്യപ്പെടുത്തരുത്. ഈ നമീമത്തുമായി നമ്മുടെ അടുത്ത് വന്ന വ്യക്തിയെ നമ്മൾ സത്യപ്പെടുത്താൻ പാടില്ല. കാരണം ലിഅന്നഹു നമ്മാമുൻ ഫാസിഖുൻ വഹു മർദൂദുൽ ഖബർ, അവൻ നമ്മാമാണ്, ഫാസിഖാണ്, അവൻ്റെ ഖബർ, അവൻ്റെ വാർത്ത തള്ളപ്പെടേണ്ടതാണ്. അത് നമ്മൾ സത്യപ്പെടുത്താൻ പാടില്ല. രണ്ടാമത് സ്റ്റെപ്പ് നമ്മൾ ചെയ്യേണ്ടത് യൻഹാഹു അൻ ദാലിക വയൻസഹുഹു വയഖ്ബ ഫിഅലഹു, ആ വ്യക്തിയോട് അതിനെ എതിർക്കണം, അത് പറയാൻ പാടില്ല എന്ന് അവന് നമ്മൾ നസീഹത്ത് കൊടുക്കണം. അത് വളരെ പ്രയാസപ്പെട്ടൊരു കാര്യമാണ്. പലപ്പോഴും നമുക്കത് പ്രവൃത്തിയിൽ കൊണ്ടുവരാൻ പറ്റാത്ത കാര്യമാണ്. ഈ പറയുന്ന ആൾ ഒരു പക്ഷെ നമ്മളെക്കാൾ അറിവുള്ള ആളായിരിക്കാം, അതല്ലെങ്കിൽ നമ്മളെക്കാൾ സ്ഥാനമുള്ള ആളായിരിക്കാം, അതല്ലെങ്കിൽ ഒരു പക്ഷെ നമുക്ക് അയാളോട് തിരുത്താൻ പറ്റാത്ത അത്ര ഒരു അവസ്ഥയിലുള്ള വ്യക്തിയായിരിക്കാം. പക്ഷെ എന്നാലും പറയണമെന്നുള്ളതാണ്. വളരെ അപൂർവം പേർക്ക് അത് സാധിക്കാറുള്ളൂ. അല്ലാഹു മുസ്തആൻ. മൂന്നാമത്തെ കാര്യം, ഈ വിഷയത്തിൽ അവനോട് നമുക്ക് കോപമുണ്ടാവണം. കാരണം അൽ ഹുബ്ബു ഫില്ലാ വൽ ബുഗ്ദു ഫില്ലാ, സ്നേഹം അള്ളാഹിന്റെ മാർഗത്തിലാണ്, വെറുപ്പ് അള്ളാഹിന്റെ മാർഗത്തിൽ. അള്ളാഹ്ക്ക് വെറുപ്പുള്ളൊരു കാര്യമാണ് ഇവൻ ചെയ്യുന്നത്. ആ ലെവലിനനുസരിച്ച്, ആ അളവിൽ അവനോട് നമുക്ക് എന്തുണ്ടാവണം? ഈ പറയുന്നത് അവനൊരു തെറ്റാണ്, ഒരു ഹറാമാണ് അവൻ ചെയ്യുന്നത് എന്നുള്ള നിലക്ക് അവനോടൊരു വെറുപ്പ്. അത് നമ്മുടെ സുഹൃത്താണോ എന്നൊന്നും വിചാരിച്ചിരിക്കരുത്. ആരായാലും, എത്ര അടുപ്പമുള്ള ആളായാലും ആ അളവിനനുസരിച്ച് അവനോട് നമുക്ക് വെറുപ്പ് വേണമെന്നുള്ളതാണ്. നാലാമത്തെ കാര്യം, അവൻ പറഞ്ഞ കാര്യം, അതിൻ്റെ പേരിൽ ഇജ്തനിബു കസീറൻ മിനദ്ദന്നി ഇന്ന ബഅദദ്ദന്നി ഇസ്മുൻ, ഇവൻ ആരെപ്പറ്റിയാണോ നമ്മോട് പറഞ്ഞത്, ആ മൂന്നാമത്തെ വ്യക്തിയെപ്പറ്റി നമ്മുടെ മനസ്സിൽ
മോശം വിചാരം ഉണ്ടാവാൻ പാടില്ല. കാരണം ഇവൻ വന്ന് പറഞ്ഞതിൻ്റെ പേരിൽ ഇവൻ്റെ ഖബറെ നമ്മൾ തള്ളപ്പെടേണ്ടതാണ്. സ്വീകരിക്കാൻ പാടില്ലാത്ത, സത്യപ്പെടുത്താത്ത ഖബറാണ്, പെടുത്താൻ പാടില്ലാത്ത ഖബറാണ്. ഇവൻ ഇത് വന്ന് നമ്മോട് പറഞ്ഞതിൻ്റെ പേരിൽ ഇതുവരെ നമ്മൾ നല്ല രൂപത്തിൽ കണ്ടിരുന്നൊരു വ്യക്തിയാണ് എങ്കിൽ, അതല്ലെങ്കിൽ അതിനു മുമ്പ് നമ്മുടെ മനസ്സിൽ നല്ലൊരു സ്ഥാനമുണ്ടായിരുന്ന വ്യക്തിയാണ് എങ്കിൽ, ഈ പറഞ്ഞതിൻ്റെ പേരിൽ ആ വ്യക്തിയെക്കുറിച്ച് നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല? മോശം വിചാരിക്കാൻ പാടില്ല. അത് വളരെ ഗൗരവമുള്ള വിഷയമാണ്. കാരണം നമ്മളെ മനസ്സിൽ ഇതുവരെ നമ്മൾ നല്ല സ്ഥാനത്തിൽ കൊണ്ടു നടന്ന ഒരു വ്യക്തിയെക്കുറിച്ചായിരിക്കും ഒരു പക്ഷേ ഇതേപോലെ എന്തെങ്കിലും വന്ന് പറയണത്. പിന്നെ നമ്മളെ മനസ്സിൽ നിന്ന് പോകും. പിന്നെ ഈ വ്യക്തിയെ കാണുമ്പോൾ ഒരു പക്ഷേ സ്വാഭാവികമായിട്ട് നമ്മുടെ മനസ്സിൽ ഇത് വരും. അതുകൊണ്ട് ഒരു വ്യക്തിയെക്കുറിച്ച് നമ്മൾ മറ്റൊരാളോട് ഇത്തരത്തിൽ നമീമത്തോ ഗീബത്തോ പറയുമ്പോൾ നമ്മൾ ശരിക്കും ശ്രദ്ധിക്കണം. വളരെ ചിന്തിച്ചിട്ടേ പറയാൻ പാടുള്ളൂ. കാരണം നമ്മൾ ഈ പറയുന്നത് ആരോടാണോ അവൻ്റെ മനസ്സിൽ ആ വ്യക്തിയുടെ സ്ഥാനം നമ്മൾ എടുത്ത് കളയണം. ആ പണിയാണ് നമ്മൾ എടുക്കുന്നത്. അതുകൊണ്ട് ആ രൂപത്തിൽ നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല? ആ വ്യക്തിയെക്കുറിച്ച് മോശം വിചാരിക്കാൻ പാടില്ല എന്നുള്ളത്. അഞ്ചാമത്തെ കാര്യം, ഇവൻ പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ, ഇവൻ പറഞ്ഞ വിഷയം അത് കൂടുതൽ ചുഴഞ്ഞന്വേഷിച്ച് അതിൻ്റെ പിന്നാലെ പോയി അതിൻ്റെ പിന്നാമ്പുറങ്ങളും മറ്റും അന്വേഷിച്ച് ഈ മൂന്നാമത്തെ വ്യക്തിയെക്കുറിച്ച് അവൻ്റെ കൂടുതൽ രഹസ്യങ്ങളിലേക്ക് നമ്മൾ ജാസൂസിന്റെ പണിയെടുക്കാൻ പാടില്ല. ആറാമത്തെ കാര്യം അതാണ്. ആറാമത്തെ കാര്യമാണ് നമ്മൾ വളരെ ശ്രദ്ധിക്കേണ്ടത്. എന്താണ് ആറാമത്തെ കാര്യം? ഈ കാര്യം, ഈ നമീമത്ത് എന്നുള്ളത് നമ്മൾ ആദ്യം ഇവനോട് എതിർത്ത് ഇവന് നസീഹത്ത് കൊടുത്ത കാര്യമാണ്. അത് നമ്മളെ സ്വന്തം നഫ്സിനെ നമ്മൾ തൃപ്തിപ്പെടാൻ പാടില്ല. നമ്മളിനി ആ പണിയെടുക്കാൻ പാടില്ല. എങ്ങനെയാണത്? ഇവൻ വന്ന് നമ്മോട് പറഞ്ഞ ഈ നമീമത്ത് ഇവൻ എന്നോട് ഇങ്ങനെ പറഞ്ഞു എന്ന് മറ്റവനോട് പറയാൻ പാടില്ല. അതൊരു നമീമത്തല്ല. അതുപോലും പറയാൻ പാടില്ല. ഇവൻ എന്നോട് വന്ന് ഇങ്ങനെ പറഞ്ഞു എന്നതുപോലും ആ മൂന്നാമത്തെ വ്യക്തിയോട് പറയാൻ പാടില്ല എന്നുള്ളതാണ്. എത്രമാത്രം നമ്മളൊന്ന് ചിന്തിക്കേണ്ടതുണ്ട്. അതായത് ഇസ്ലാം ഉഹുവത്തിന്, പരസ്പര സാഹോദര്യ ബന്ധത്തിന് അത്രയേറെ വില കൽപ്പിച്ച മതം. ഒരു നിലക്കും ഒരു ഭിന്നിപ്പോ അകൽച്ചയോ മനസ്സുകൾ തമ്മിൽ ഉണ്ടാകാൻ ഇസ്ലാം പ്രോത്സാഹിപ്പിക്കണില്ല. ആ രൂപത്തിലാണ് ഖുർആനിൻ്റെയും ഹദീസിൻ്റെയും അധ്യാപനങ്ങൾ നമ്മൾ നോക്കിയാൽ നമുക്ക് കാണാൻ സാധിക്കും. പരസ്പരം അടുപ്പിക്കുക എന്നുള്ളതല്ലാതെ പരസ്പരം അകൽച്ച ഉണ്ടാക്കുന്ന, മനസ്സുകൾ തമ്മിൽ അകൽച്ച ഉണ്ടാക്കുന്ന, ആളുകൾക്കിടയിൽ ഭിന്നിപ്പും ഫസാദും ഉണ്ടാക്കുന്ന രൂപത്തിലുള്ള ഒന്നിനും ഇസ്ലാം എന്ത് വെച്ചിട്ടില്ല? വഴി തുറന്നു വെച്ചിട്ടില്ല. അങ്ങനത്തെയുള്ള വാതിലുകളെല്ലാം അടച്ചു വെക്കുകയാണ് ഇസ്ലാം ചെയ്തത്. അതുകൊണ്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു മേഖലയാണ് ഇത് എന്നുള്ളതാണ്. അതുകൊണ്ടാണ് അൽ ഹസൻ അൽ ബസ്രി റഹിമഹുല്ല പലപ്പോഴും നമ്മൾ കേട്ടിരിക്കാറുള്ളത്, നമ്മുടെ കൂടെയുള്ള, അതല്ലെങ്കിൽ നമ്മുടെ സുഹൃത്തുക്കൾ, അതല്ലെങ്കിൽ നമുക്ക് വെറുപ്പുള്ള, നമുക്ക് വിദ്വേഷമുള്ള ഒരാളെ പറ്റി നമീമത്തോ മറ്റോ പറയുമ്പോൾ നമ്മൾ കേട്ടിരിക്കാറുണ്ട്. അതിൽ നമുക്കൊരു ആനന്ദം കിട്ടാറുണ്ട്. അത് വളരെ അപകടകരമാണ്. ഹസൻ ബസ്രി റഹിമഹുല്ല പറയാൻ, മൻ നമ്മ ഇലൈക്ക നമ്മ അലൈക്ക. നിന്നോട് വന്ന് മറ്റുള്ളവനെ പറ്റി നമീമത്ത്, പരദൂഷണം പറയുന്നവൻ, അവനെപ്പറ്റി നീ നിർഭയത്വത്തിലാവണ്ട. നിന്നെപ്പറ്റി മറ്റുള്ളവരോട് അവൻ പറയാനുണ്ടാവും. അതവൻ്റെ തൊഴിലാണ്. നീ നിന്റെ എതിർവശത്തുള്ള, അതല്ലെങ്കിൽ നിനക്കിഷ്ടപ്പെടാത്ത, നിനക്ക് വിദ്വേഷമുള്ള ഒരാളെ പറ്റി അവൻ നിന്നോട് നമീമത്ത് പറഞ്ഞത് കേട്ട് നീ രസിക്കേണ്ടതില്ല. അതേപോലെ ഇവൻ ചെന്ന് മറ്റൊരു സന്ദർഭത്തിൽ നിന്നെപ്പറ്റി മറ്റുള്ളവനോടും പറയാനുണ്ടാവും. അതിൻ്റെ തൊഴിലാണ്. അതുകൊണ്ട് ഒരിക്കലും നമ്മൾ നിന്ന് കൊടുക്കാൻ പാടില്ല എന്നുള്ളതാണ്. അത് ഗൗരവമുള്ള വിഷയമാണ്. നമ്മൾ പരിശീലിക്കേണ്ടതാണ് അത്തരം സന്ദർഭങ്ങളിൽ നിന്ന് മാറി നീങ്ങി രക്ഷപ്പെട്ടു പോകാൻ. അതുകൊണ്ടാണ് സഹോദരങ്ങളെ, ഉമർ ബിൻ അബ്ദുൽ അസീസ് റഹിമഹുല്ല അദ്ദേഹത്തിൻ്റെ അടുക്കൽ വന്നിട്ട് ഒരു വ്യക്തി മറ്റൊരു വ്യക്തിയെക്കുറിച്ച് ഇതുപോലെ എന്തോ കാര്യങ്ങൾ പറഞ്ഞു. ആ സമയത്ത് ഉമർ ബിൻ അബ്ദുൽ അസീസ് റഹിമഹുല്ല ഈ വ്യക്തിയോട് പറഞ്ഞതായി കാണാം, ഞാൻ നിന്റെ വിഷയത്തിൽ, നീ പറഞ്ഞ വിഷയത്തിൽ ഞാൻ പരിശോധന നടത്തുകയാണ് എങ്കിൽ, ഞാൻ കൂടുതൽ പരിശോധിക്കുകയാണ് എങ്കിൽ രണ്ടവസ്ഥയാണുള്ളത്. എന്താണ്? ഒന്നിലെ നീ ഈ പറഞ്ഞത് കളവാണ്, ഈ വ്യക്തിയെക്കുറിച്ച് നീ പറഞ്ഞത് കളവായിരിക്കും.
അങ്ങനെയാണ് എങ്കിൽ നീ അള്ളാഹു പറഞ്ഞ ഈ ആയത്തിന്റെ പരിധിയിലാണ് വരാ. ഏതാണ് ആയത്ത്? യാ അയ്യുഹല്ലദീന ആമനു ഇൻ ജാഅകും ഫാസിഖും ബിനബഇൻ ഫതബയ്യനു. ഒരു ഫാസിഖായ ഒരു വ്യക്തി നിന്റെ അടുക്കൽ എന്തെങ്കിലും വാർത്തയുമായി വന്നാൽ അത് അതേപടി വിശ്വസിക്കാനല്ല പറഞ്ഞത്. ഫതബയ്യനു, നീ അത് അന്വേഷിക്കണം, അത് ഉറപ്പുവരുത്തണം. അത് ശരിയാണോ എന്ന് ഉറപ്പുവരുത്തിയതിന് ശേഷം മാത്രമേ ആ വിഷയത്തിൽ നിലപാടെടുക്കാൻ പാടുള്ളൂ. ഒരാൾ വന്ന് പറഞ്ഞു എന്നതിന്റെ അടിസ്ഥാനത്തിൽ മാത്രം എത്ര അടുത്ത ബന്ധമുള്ള ആളാകട്ടെ ഉടനടി നമ്മളൊരു തീരുമാനം എടുക്കാൻ പാടില്ല. ഉറപ്പ് വരുത്തിയിട്ടേ അതിന്റെ നടപടികൾ സ്വീകരിക്കാൻ പാടുള്ളൂ എന്നുള്ളതാണ്. ഈ ആയത്തിന്റെ പരിധിയിലാണ് നീ വരാൻ. അതല്ല എങ്കിൽ നീ പറഞ്ഞത് സത്യമാണ്. നീ സ്വാദിഖാണ് എങ്കിൽ, നീ വ്യക്തിയെ കുറിച്ച് പറഞ്ഞത് സത്യമാണ് എങ്കിൽ അള്ളാഹു ആക്ഷേപിച്ച ആളുകളുടെ കൂട്ടത്തിലാണ് നീ പെടാം. ഏതാണ് ആയത്ത്? ഹമ്മാസിൻ മശ്ശാഇൻ ബിനമീം. കുത്തുവാക്ക് പറയുന്നവനും ഏഷണിയുമായി നടക്കുന്നവനെന്ന് അള്ളാഹു ആക്ഷേപിച്ച് പറഞ്ഞ ആളുകളുടെ കൂട്ടത്തിലാണ് നീ പെടാം. അപ്പൊ രണ്ടായാലും പ്രശ്നമുണ്ട്. ഒരു വ്യക്തിയെ കുറിച്ച് നമ്മൾ ഉള്ളത് പറഞ്ഞാലും ഈ ആയത്തിന്റെ പരിധിയിൽ വരും, ഇല്ലാത്തത് പറഞ്ഞാൽ നേരത്തെ പറഞ്ഞ ആയത്തിന്റെ പരിധിയിൽ വരും. രണ്ടും പ്രശ്നമുണ്ട്. ഉള്ളത് പറയണതാണ് ഗീബത്ത്, ഇല്ലാത്ത പറയണ കളവാണ്. അത് വേറൊരു വിഷയമാണ്. അത് കൂടുതൽ വേറെ സംസാരിക്കേണ്ട വിഷയമാണ്. നാവുമായി ബന്ധപ്പെട്ടുള്ള നാവിന്റെ അപകടങ്ങളിൽപ്പെട്ട വലിയൊരു ഗൗരവമുള്ള വിഷയമാണ് കളവ് എന്നുള്ളത്. ചെറിയ പാപമൊന്നല്ല, വൻ പാപമായിട്ടാണ് ദീനുൽ ഇസ്ലാം പഠിപ്പിച്ചിട്ടുള്ളത് കളവ്. സാരമായ കാര്യങ്ങൾക്ക് വേണ്ടി കളവ് പറയുന്ന ശീലം, അതൊക്കെ നമ്മളെ മക്കളുടെ വിഷയത്തിലൊക്കെ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട വിഷയമാണ്. അതുകൊണ്ടാണ് സഹോദരങ്ങളെ ഇമാം നവവി റഹിമഹുല്ല പറഞ്ഞത്. ഈ രണ്ട് വിഷയം മാത്രമേ നമ്മൾ പറയാൻ ഉദ്ദേശിച്ചിട്ടുള്ളൂ. ഇമാം നവവി റഹിമഹുല്ല പറഞ്ഞു, ഇഅ്ലം, നീ മനസ്സിലാക്കണം, അന്ന ഹാതൈനിൽ ഖസ്ലതൈനി മിൻ അഖ്ബഹിൽ ഖബാഇഹി വഅക്സരിഹാ ഇന്തിശാറൻ ഫിന്നാസ്. ഏറ്റവും മോശമായ, ജനങ്ങൾക്കിടയിൽ വളരെ വ്യാപിച്ചിട്ടുള്ള രണ്ട് മോശം ഗുണങ്ങളാണ്, രണ്ട് മോശം സ്വഭാവമാണിത്. ഹത്താ മാ യസ്ലമ മിൻഹുമാ ഇല്ലൽ ഖലീലു മിനന്നാസ്. ജനങ്ങളിൽ വളരെ കുറവ് ആളുകൾ മാത്രമേ ഇതിൽ നിന്ന് രക്ഷപ്പെട്ടിട്ടുള്ളൂ എന്ന് ഇമാം നവവി റഹിമഹുല്ല പറഞ്ഞതായി കാണാം. ഒരു ഹദീസ് കൂടി പറഞ്ഞിട്ട് നമ്മൾ അവസാനിപ്പിക്കുകയാണ്. അബൂ ബർസ അൽ അസ്ലമി റളിയല്ലാഹു അൻഹു അദ്ദേഹം പറയുന്ന, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞതായി അദ്ദേഹം നമുക്ക് അറിയിച്ചു തന്ന ഹദീസ്. നമ്മൾ മറ്റുള്ളവന്റെ ന്യൂനത, അതല്ലെങ്കിൽ ഇപ്പറഞ്ഞ രൂപത്തിൽ ഗീബത്തോ നമീമത്തോ മറ്റുള്ളവർക്ക് നമ്മൾ പറയുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഹദീസാണ്. യാ മഅ്ശറ മൻ ആമന ബിലിസാനിഹി വലം യദ്ഖുലിൽ ഈമാനു ഖൽബഹു. നാവ് കൊണ്ട് മാത്രം വിശ്വസിക്കുകയും എന്നാൽ ഈമാൻ ഖൽബിലേക്ക് യഥാർത്ഥത്തിൽ ഇറങ്ങാത്തവരായ ആളുകളെ എന്ന് വിളിച്ചിട്ട് പറയാം. ലാ തഗ്താബുൽ മുസ്ലിമീൻ, നിങ്ങൾ മുസ്ലിമീങ്ങളെ പറ്റി ഗീബത്ത് പറയരുത്. വലാ തത്തബിഉ ഔറാത്തിഹിം, അവരുടെ ന്യൂനതകൾ, കുറവുകൾ, രഹസ്യങ്ങൾ, അതിലേക്ക് നിങ്ങൾ ചുഴഞ്ഞതിന്റെ പിന്നാലെ നിങ്ങൾ പോകരുത്. ഫഇന്നഹു മനിത്തബഅ ഔറാത്തിഹിം, ജനങ്ങളുടെ ന്യൂനത അന്വേഷിച്ചതിന്റെ പിന്നാലെ ചുഴിഞ്ഞന്വേഷിച്ചു പോകുന്നവൻ, അവന്റെ അവസ്ഥ എന്താണ്? യത്തബിഇല്ലാഹു ഔറതഹു, അവന്റെ രഹസ്യത്തിലേക്ക് അള്ളാഹു ചുഴിഞ്ഞന്വേഷിക്കുന്നതാണ്, അവന്റെ ന്യൂനതകളെ അള്ളാഹു ചുഴിഞ്ഞന്വേഷിക്കുന്നതാണ്. അങ്ങനെ ആയാലും എന്താണ് അവസ്ഥ? വമൻ യത്തബിഇല്ലാഹു ഔറതഹു, ആരുടെ ന്യൂനതയാണോ, കുറവുകളാണോ, രഹസ്യങ്ങളാണോ അള്ളാഹു അതിന്റെ പിന്നാലെ പോകാൻ ഉദ്ദേശിച്ചാൽ അവനവന്റെ വീടിന്റെ അകത്തളങ്ങളിൽ ഒളിച്ചിരുന്നാലും അള്ളാഹു അവനെ എന്താണ്? അപമാനപ്പെടുത്തുന്നതാണ്. അവൻ മോശക്കാരനായിത്തീരുന്നതാണ് ജനങ്ങൾക്കിടെ. നമുക്കറിയാം, നമ്മൾ ഇതുവരെ കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ ചെയ്ത തെറ്റുകുറ്റങ്ങൾ നമുക്കറിയാവുന്നതാണ്. നമുക്കും റബ്ബിനും ഇടയിൽ മാത്രം അറിയുന്ന തെറ്റുകുറ്റങ്ങളുണ്ട്, തിന്മകളുണ്ട്. അതെല്ലാം അള്ളാഹു പുറത്തേക്ക് കൊണ്ടുവരാ എന്ന് പറഞ്ഞാൽ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങി നടക്കാൻ പറ്റും, തല ഉയർത്തി ജനങ്ങൾക്കിടയിൽ നടക്കാൻ പറ്റും നമുക്ക്. അതുകൊണ്ട് അള്ളാഹു അതേ രൂപത്തിൽ നമ്മോട് തിരിച്ച് പ്രവർത്തിക്കാൻ കാരണമാണത്. ജനങ്ങളുടെ ഔറത്തും അവരുടെ ന്യൂനതയും അവരുടെ പിന്നാലെ അവരുടെ കുറവുകളും അന്വേഷിച്ച് നമ്മൾ പോകാൻ നിന്നാൽ തിരിച്ച് അതേ രൂപത്തിൽ അൽ ജസാഉ മിൻ ജിൻസിൽ അമൽ, നമ്മുടെ പ്രവർത്തനം എങ്ങനെയാണോ അതേ രൂപത്തിലായിരിക്കും. ദീനിന്റെ അടിസ്ഥാന ഖായിദ, മാറ്റമില്ലാത്തൊരു കാര്യമാണ്. ഒരേ സമയം പ്രതീക്ഷയും ഒരേ സമയം പേടിപ്പെടുത്തേണ്ട ഖായിദയാണ്. അൽ ജസാഉ മിൻ ജിൻസിൽ അമൽ. നമ്മൾ എന്താണ് നന്മ പ്രവർത്തിച്ചോ അതനുസരിച്ചായിക്കുള്ളൂ നമ്മോട് തിരിച്ച് പ്രവർത്തിക്കപ്പെടും. നമ്മൾ തിന്മയാണോ മോശമാണോ നമ്മുടെ പ്രവർത്തനം, അതേ രൂപത്തിലായിക്കുള്ളൂ തിരിച്ച് നമ്മോട്. അതുകൊണ്ട് ജനങ്ങളുടെ ന്യൂനതയുടെ പിന്നാലെ നമ്മൾ പോകാൻ നിന്നാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല
നമ്മളുടെ ന്യൂനതയെ പുറത്തു കൊണ്ടുവരാൻ സാധ്യതയുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല നാവ് കൃത്യമായി നല്ല രൂപത്തിൽ ഉപയോഗപ്പെടുത്തുന്ന ഇത്തരത്തിലുള്ള മോശമായ സ്വഭാവങ്ങളിൽ നിന്നെല്ലാം രക്ഷപ്പെടുത്തപ്പെട്ട നാവുകളായി നമ്മളെ ഈ അവയവത്തെ അല്ലാഹു സുബ്ഹാനഹു വ തആല മാറ്റുമാറാകട്ടെ. വലിയ പ്രതിഫലം നേടിയെടുക്കാൻ സാധിക്കുന്നതും അതേസമയം വളരെ നാശത്തിലേക്ക് നമ്മെ കൊണ്ടുചെന്നെത്തിക്കാൻ സാധിക്കുന്നതുമായ അവയവമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ ദിക്റിലായിക്കൊണ്ട് മുഴുകുന്ന അവയവമായി നമ്മുടെ ഈ അവയവത്തെ അല്ലാഹു സുബ്ഹാനഹു വ തആല മാറ്റുമാറാകട്ടെ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻത സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻത തവ്വാബുർ റഹീം. ربنا اغفر لنا ولإخواننا الذين سبقونا بالإيمان ولا تجعل في قلوبنا غلا للذين آمنوا ربنا إنك رؤوف رحيم. وصلى الله على نبينا محمد وعلى آله وصحبه أجمعين.